आपको कुछ थोड़ा सा भी आइडिया था कि इस तरह की गैस उसके अंदर होगी या फिर ये कनेक्शन उसका जुड़ा हुआ है सेप्टिक टैंक से? हमें कुछ सोचा ही नहीं, हमें होता तो हम जाते ही नहीं अंदर। हम पहले उससे 2 दिन छोड़ते हैं, 2-3 दिन खुला छोड़ देते हैं। वो बताया हुआ तभी इशारे से काम होता है। उन्होंने कुछ बताया नहीं, उन्होंने बोला साफ कर दो, चल ठीक है। वो बताया, हल्का भी पॉइंट भी दे देता है, हम अंदर नहीं घुसते। फिर ये बताना जरूरी फर्ज होता है। जैसे हम क्यों ना हो, सबको मतलब कोई भी काम करने के लिए ये बताना जरूरी है। ये बहुत ये जहरीली से भी जहरीली गैस बहुत गंदी होती है। 1 सेकंड के अंदर കഴിഞ്ഞ 100 ദിവസത്തിനിടെ മാനുവൽ സ്കാവഞ്ചിംഗ് എന്ന രാജ്യം നിയമം മൂലം നിരോധിച്ച തൊഴിൽ ചെയ്യുന്നതിനിടെ 39 മനുഷ്യരാണ് സെപ്റ്റിക് ടാങ്കുകളിലും സീവേജുകളിലും ശ്വാസം മുട്ടി മരിച്ചത്. ഏറ്റവും അവസാനമായി 4 തൊഴിലാളികൾ ശ്വാസം മുട്ടി മരിച്ച ദാരുണ സംഭവം നടന്നത് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും. ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട സ്വന്തം പിതാവടക്കമുള്ള സഹകാരികൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുന്നതിന് സാക്ഷിയാകേണ്ടി വന്ന 22-കാരനായ ജസ്പാലിന്റെ വാക്കുകളാണ് നാം കേട്ടത്. എല്ലാവിധ തോട്ടിപ്പണികളും നിയമം മൂലം നിരോധിക്കപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. പക്ഷേ മനുഷ്യമലം മനുഷ്യൻ തന്നെ കൈകൊണ്ട് വൃത്തിയാക്കുന്നതും സെപ്റ്റിക് ടാങ്കുകളിലും മാൻഹോളുകളിലും യാതൊരു സുരക്ഷാ ക്രമീകരണവുമില്ലാതെ ഇറങ്ങേണ്ടി വരുന്നതുമായ മാനുവൽ സ്കാവഞ്ചിംഗ് എന്ന് പൊതുവായി വിളിക്കുന്ന തൊഴിൽ ഒരു ജനവിഭാഗത്തിന്റെ ജീവിതമാർഗമായി രാജ്യത്ത് ഇപ്പോഴും തുടരുന്നതിന്റെ കാരണമെന്താണ്? ഡൽഹി രാജ്യത്തിന്റെ ഭരണസിരാകേന്ദ്രം. പാർലമെന്റും പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉൾപ്പെടുന്ന ഉന്നത ഭരണകർത്താക്കളുടെ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന രാജ്പത്ത് റോഡിൽ നിന്നും 15 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ഛത്രപൂർ എന്ന ഹരിയാന അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്തെത്താം. ഇവിടെയാണ് 2017 ജൂലൈ 15-ന് 4 മനുഷ്യർ സെപ്റ്റിക് ടാങ്കിൽ ശ്വാസം മുട്ടി മരിച്ചത്. ദേശീയ പത്രങ്ങളിലെ സിറ്റി എഡിഷനുകളിൽ മാത്രം ഒതുങ്ങിയ വാർത്ത പക്ഷേ ഒറ്റപ്പെട്ടതല്ല. ദൈനംദിനമെന്നോണം രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ സംഭവങ്ങൾ സിറ്റി എഡിഷനുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വലിയ ബഹളങ്ങളോ ചർച്ചകളോ ഇല്ലാതെ മറവിയിലേക്ക് എളുപ്പം മാറ്റപ്പെടുന്ന വാർത്തകൾ. മഗ്സാസെ അവാർഡ് ജേതാവും അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റുമായ ബെസ്വാഡ വിൽസൺ നേതൃത്വം നൽകുന്ന സഫായി കർമ്മചാരി ആന്തോളൻ ശേഖരിച്ച കണക്കുകൾ പ്രകാരം രാജ്യത്ത് കഴിഞ്ഞ 100 ദിവസത്തിനിടെ 39 മനുഷ്യജീവനുകളാണ് ഇത്തരത്തിൽ പൊലിഞ്ഞത്. ഭൂരിഭാഗവും ദളിത് സമൂഹത്തിൽപ്പെടുന്നവർ. ജൂലൈ 15-ന് ഛത്രപൂരിലെ സെപ്റ്റിക് ടാങ്കിൽ മരിച്ചു വീണ 4 പേരിൽ ഒരാളായ 30-കാരനായ അനിൽകുമാറിന്റെ വീടാണിത്. സഹോദരി ബബിതയും മക്കൾക്കുമൊപ്പം അരയാൾ പൊക്കത്തിലുള്ള ഈ കൂരയിലായിരുന്നു അനിലിന്റെ താമസം. കുടുംബത്തിന്റെ പ്രധാന അത്താണി. ये चाहता है जैसे भी उसको इंसाफ मिलना चाहिए, जिनने भी करवाया गलत। बहुत गलत किया। अब तो सब आते हैं, बड़े बड़े वादे करके जाते हैं। अब देखो कौन निभाएगा, कौन पूरा करेगा, क्या करेगा। जाने वाले की जान तो वापस आनी नहीं है और मौजों से जिंदगी कटती नहीं है। जो हादसा हुआ आगे कभी किसी के साथ ना हो। कह रहे हैं देखो, कोई कह रहा है मकान देंगे, कोई कह रहा नौकरी देंगे, कोई कह रहा मुआवजा देंगे। अब इतना तो आप भी जानते हैं, नेता भी थे, इनका सब वादे करते हैं। इनके वादों पे तो लोगों की जिंदगी बीत जाती है, वादे कहाँ पूरे होते हैं।
100 में से कोई 2% कोई वादा निभाते हैं, नहीं तो नहीं निभाते। बस अपने वोट लेने के टाइम पे सब खड़े हो जाते हैं कि हमें दे दो, हमें दे दो। बाकी टाइम कहाँ जनता मरती है उनको कोई मतलब नहीं है। വാൽമീകി സമുദായക്കാരനായ അനിൽ ഓടകളോ സെപ്റ്റിക് ടാങ്കുകളോ വൃത്തിയാക്കുന്ന ജോലിയായിരുന്നില്ല ചെയ്തുകൊണ്ടിരുന്നത്. പ്ലംബിംഗിന്റെയും കുഴൽക്കിണറുകളുടെയും പണിയായിരുന്നു അനിലിന്. ജൂലൈ 15-ന് ഛത്രപൂരിലെ ഒരു ഫ്ളാറ്റിലെ മഴവെള്ള സംഭരണിയിലെ പൈപ്പ് നന്നാക്കാനായിരുന്നു കോൺട്രാക്ടറായ സ്വരൺ സിംഗ് വിളിച്ചത്. 1-2 മണിക്കൂർ കൊണ്ട് തീരാവുന്ന പണിയെന്ന് പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. തിരിച്ചെത്തിയത് പക്ഷേ അനിലിന്റെ മൃതശരീരമായിരുന്നു. देखो जैसे वो लोग पानी का टैंक साफ करने के लिए उतरे, उनको ये बोला था पानी का टैंक है, ये बोर का काम, पानी का टैंक साफ करने का काम वो करते थे। वो नीचे उतर गए, उनको ये नहीं पता था कि अंदर गटर का लाइन टच है इसमें, ठीक है ना। तो गंदा पानी अंदर जमा हुआ था, उसमें गैस जमी थी। उनने जैसे अंदर घुस के बाल्टी भर के कीचड़ निकाली है, तो जो गंदी गैस जमी हुई थी अंदर, ऊपर से मिट्टी पपड़ी जमी पड़ी थी पूरी, वो ऊपर आ गई। तो उनका तो मरना बिल्कुल था, कितने सालों से बंद था वो। अगर हम भी खाना खा ले और हमें पेट साफ ना हो और हम अपनी हवा जैसा हम गैस निकालते, कितनी गंदी बदबू आती है इंसान के अंदर से। तो बच्चा भी अगर लैट्रिन कर देता ना कभी, उसकी भी लैट्रिन में गंदी बदबू आती है। तो टैंक इतने सालों से बंद था, उसका क्या हाल होगा? इंसान बचेगा क्या मरेगा? उसका तो मरना पक्का, ये गंदगी में गया हो तो। ये तो जिस इंसान ने उसको भेजा, जिसने बुलाया, उसको अकल नहीं थी। कहते हैं बड़ा पैसे वाला इंसान है, काहे का पैसे वाला है? 4 मजदूर मरवा दिए, कोई मशीन वाले को बुलवाता, कुछ भी करवाता, अपनी सफाई करवाता। गरीबों को तो ना धकेलता। गरीब इतने बुरे लगते हैं। वैसे 4 आदमी में इतना भाषण देते हैं, हमारे पास इतना पैसा है, रईस इतनी ऊंची पार्टी करते हैं, सब कुछ करते हैं, तो 2 पैसे वहां नहीं लग सकते थे? സഹോദരൻ പോയതോടെ ബബിതയുടെ ഈ ജുഗ്ഗിയിലെ നിറം മങ്ങിയ ജീവിതം കൂടുതൽ ഇരുട്ടിലായി. ഉത്തർപ്രദേശ് സ്വദേശികളായ അനിലിന്റെ കുടുംബം 40 വർഷം മുമ്പാണ് തൊഴിൽ തേടി ഡൽഹിയിലെത്തിയത്. പല പല കോളനികളിൽ മാറി മാറി താമസിച്ചു. കഴിഞ്ഞ 15 വർഷമായി ഛത്രപൂരിലെ ഡൽഹി സർക്കാർ റൺ ബസാരയ്ക്ക് സമീപത്ത് ഈ ജുഗ്ഗിയിൽ താമസിക്കുന്നു. ഒരു സ്വകാര്യ ഉടമയുടെ ഭൂമിയിലാണ് ഈ കുഞ്ഞു കൂരകൾ നിൽക്കുന്നത്. അനിലിന്റെ വീട് നിലകൊള്ളുന്ന ജുഗ്ഗിയിൽ നിന്നും ഏതാനും അകലെയാണ് 45-കാരനായ സബ് കോൺട്രാക്ടർ സരൺ സിംഗിന്റെ വീട്. സരൺ സിംഗും അപകടത്തിൽ മരിച്ചിരുന്നു. മകൻ സത്പാലാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരേയൊരാൾ. അപകടത്തിന്റെ നെട്ടലിൽ നിന്ന് സരൺ സിംഗിന്റെ കുടുംബവും പരിസരവാസികളും ഇതുവരെ മുക്തരായിട്ടില്ല. അടുത്തുള്ള ഗുരുദ്വാരയിൽ അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന നടക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടിലെത്തിയ സരൺ സിംഗിന്റെ ഭാര്യ ഗുർമീത് ഞങ്ങളോട് സംസാരിച്ചു. पता नहीं कैसे होएगा बच्चों का, वही कमाने वाला वही ले आने वाला सारा था। अभी तो बच्चों को इतना है ही नहीं कमाने का। ऐसा विचार है भी कोई बच्चे को नौकरी मिल जाए, कुछ आगे भी कुछ चल जाए, हमारा भी बच्चों आगे चलने लायक हो जाए। മഴവെള്ള സംഭരണിയിലെ പൈപ്പ് നന്നാക്കാനാണ് മനോജ് ലോഹ്യ ബിൽഡർ ഉടമ JK മേത്ത തങ്ങൾക്ക് കോൺട്രാക്ട് തന്നതെന്നും സംഭരണിയുമായി കണക്ട് ചെയ്തിരുന്ന സീവേജ് പൈപ്പ് പൊട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ ജോലി എടുക്കില്ലായിരുന്നുവെന്നും അപകടത്തിന് സാക്ഷിയായ സരൺ സിംഗിന്റെ മകൻ സത്പാൽ സിംഗ് പറയുന്നു. ഫ്ളാറ്റ് ഉടമ ബോധപൂർവം ഇക്കാര്യം തങ്ങളിൽ നിന്ന് മറച്ചുവെച്ചതാണെന്നും 22-കാരൻ സംശയിക്കുന്നുണ്ട്. जो हमारा पहला बंदा है अनिल नाम का, वो जस्ट मतलब नीचे उतरने के बाद वो बेहोश हो गया। दूसरे बिलविंदर ने देखा, वो उसने आवाज़ नहीं मारी, बहुत देर होगी, मेरा 1-2 मिनट हो गए, देखा नहीं, देखा वो नीचे लेट गया था। फिर वो जस्ट कूदा उसको बचाने के लिए उस बिल्लू ने जब जैसे नीचे उतरे ना, उसने तीसरे बंदे को आवाज़ मारी, दीपू को, कह रहा दीपू नीचे आ, इसको उठाना है। वो जैसे नीचे उसे उठाने बिल्लू गया, वो भी बेहोश उस टाइम गिर गया। तीसरा बंदा जैसे कूदा, फिर वो दोनों को नीचे वो
झुक के उन दोनों उठा रहे, वो भी फिर बेहोश हो गया। फिर मैंने पापा को फ़ोन करा, जैसे वो नीचे झुके फिर वो भी उनकी हालत ख़राब हो रही थी। मैं ऊपर खड़ा था, मैंने पूछा पापा ठीक हो? उनकी मतलब एकदम ढीले हो गए थे, एकदम मतलब डेड। फिर मैंने उनका हाथ पकड़ा, हाथ पकड़ने के बाद बहुत पब्लिक थी, किसी ने साथ नहीं दिया ना किसी ने सहारा दिया। तो वो मेरे कड़े से पकड़ा था मैंने, वो कड़ा जैसे मैंने हल्का से उठाया, वो कड़ा छूट गया तो पापा नीचे गिर गए। സത്പാലിന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണ് അപകടത്തിൽ മരിച്ച ഇന്ദ്രജിത് സിംഗിന്റെ വീട്. അവിടെയും കരച്ചിലൊടുങ്ങിയിട്ടില്ല. ഛത്തർപൂർ അപകടത്തിലെ ഇരകളുടെ കുടുംബവുമായി സംസാരിച്ചതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. പൊട്ടിയൊലിക്കുന്ന സീവേജിൽ നിന്നും വമിക്കുന്ന വിഷവായുവിലേക്കാണ് തങ്ങൾ പോകുന്നതെന്ന് മഴ സംഭരണി നന്നാക്കാൻ പുറപ്പെട്ട കോൺട്രാക്ടർ അടക്കമുള്ള 5 തൊഴിലാളികളും അറിഞ്ഞിരുന്നില്ല. അവർക്ക് തൊഴിൽ നൽകിയ ആൾ അക്കാര്യം ബോധപൂർവമോ അല്ലാതെയോ മറച്ചുവെച്ചു. ഭൂമിയുടെ 15 അടി താഴെയുള്ള മഴവെള്ള സംഭരണിയിലേക്ക് യാതൊരു സുരക്ഷാ ക്രമീകരണവുമില്ലാതെയാണ് തൊഴിലാളികൾ ഇറങ്ങിയത്. ഈ കുറ്റകരമായ അനാസ്ഥയാണ് രാജ്യമെമ്പാടും ആവർത്തിക്കുന്നത്. न ग्लव्स था, न हाथ में ग्लव्स था, न नाक मुंह का कुछ भी नहीं, ऐसे ही वो है। क्योंकि वो बोला गया, जो गलत बोला गया ना, उन्होंने ये नहीं बोला था कि लेटरिन का टैंक है, उन्होंने बोला था कि पानी का टैंक है। अगर वो लेटरिन का टैंक बोलते तो 1-2 दिन पहले अगर इनको एक तो ये लोग करते नहीं थे, अगर ये करते भी तो 1-2 दिन पहले वो टैंक का जो ढक्कन था, वो सीवर का लोहे वाली ढक्कन, उसको 1-2 दिन पहले ये हटा के रख देते ताकि उसका गैस सारा निकल जाता। उसके बाद अगर ये करते तो पहले ये करते नहीं थे। സാങ്കേതിക വിദ്യയിൽ അതിവേഗം പുരോഗതി കൈവരിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിലും സീവേജുകളും ടാങ്കുകളും വൃത്തിയാക്കാൻ ഒരു ആധുനിക സജ്ജീകരണമില്ല എന്നത് ആരുടെ പരാജയമാണ്? അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ വേണമെന്ന ചിന്ത അധികാരികൾക്ക് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? तो इस तरह की हत्याओं का सिलसिला कब तक चलता रहेगा? क्यों सरकार इसके ऊपर कड़े नियम नहीं अपनाती? क्यों उनको मशीनीकरण नहीं करती? मशीनीकरण ना होने की वजह से इस तरह की डेथ्स होती हैं और ये हत्याएं कहलाई जाती हैं, क्योंकि सरकार को भी पता है कि इस तरह के कार्य करने से मौत होती है, फिर भी उस कार्य को करने के लिए खुले रूप से छोड़ा जा रहा है। कॉन्ट्रैक्टर ये जानते हैं कि इस तरह को हम अगर किसी व्यक्ति को नीचे उतारते हैं तो उसकी डेफिनेटली उसकी मौत हो जाएगी, लेकिन फिर भी इसके बावजूद सरकार इस पर निषेध नहीं कर रही है और इस पर सख्ती से लागू होना चाहिए और इन हत्याओं को जल्द से जल्द बंद होना चाहिए। നിരോധന നിയമം രൂപീകൃതമായി 24 വർഷങ്ങൾക്ക് ശേഷവും തോട്ടിപ്പണി അതിന്റെ എല്ലാ അർത്ഥത്തിലും രാജ്യത്ത് തുടരുന്നു എന്നതിന്റെയും ആ ഹീനമായ തൊഴിലിന്റെ ദുരിത ജീവിതം പേറി ഒരു സമൂഹം ഇവിടെ ജീവിക്കുന്നതിന്റെയും ഉദാഹരണങ്ങൾ നിരവധിയാണ്. പക്ഷേ ഈ യാഥാർത്ഥ്യത്തെ നിഷേധിക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എല്ലായ്പ്പോഴും താല്പര്യപ്പെടുന്നത്. Official data, it has become a government is in a completely a kind of a making a mockery. So they started saying lies that it is not a subordinate some small officers, it is up to the chief principal secretaries and chief secretaries. They also filed the false affidavits to the Supreme Court. Unfortunately, in our judiciary system there is no mechanism which can rectify such things. If all states, not even a single state has a courage to come and say that we have the scavenging line. Some are said that we want to do the survey and get back to you and we will submit the later stage. Some say that we have done the survey and we identify some, and some people we are now taking like. So actually truth is they are not serious about the issue. That is the major problem. 2013 വിപുലീകരിക്കപ്പെട്ട നിയമപ്രകാരം കുഴിക്കക്കൂസുകളിൽ നിന്നും തുറന്ന പാടങ്ങളിൽ നിന്നും റെയിൽവേ ട്രാക്കുകളിൽ നിന്നും മനുഷ്യമലം നീക്കുന്നത് മാത്രമല്ല, സീവേജുകളിലും സെപ്റ്റിക് ടാങ്കുകളിലും യാതൊരു സുരക്ഷാ ക്രമീകരണവുമില്ലാതെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതും മാനുവൽ സ്കാവെഞ്ചിങ്ങിന്റെ നിർവചനത്തിൽ ഉൾപ്പെടും. मैला प्रथा की अगर बात करें तो ये समझा जाता है कि केवल हाथ से मैला उठाना ही मैला प्रथा है, लेकिन सरकार
कई सारे मतलब बातों में इसको बताया गया है कि मैला प्रथा यानी कि सीवर का अगर आप काम कर रहे हैं उसमें एंटर करते हैं आप तो भी मैला प्रथा के अंतर्गत ही आता है। काफी कागजी कार्रवाई काफी हो चुकी है भारत में, लेकिन अभी तक इसके ऊपर सख्ती से कोई भी निषेध नहीं किया गया है। ഒരു സുരക്ഷാ ക്രമീകരണവുമില്ലാതെ സീവേജുകളിലും സെപ്റ്റിക് ടാങ്കുകളിലും തൊഴിലാളികൾ ഇറങ്ങുന്നത് നിത്യകാഴ്ചയാണ്. അത്തരം സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ വാർത്തകൾ നിത്യസംഭവമെന്ന പോലെ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ കുഴിക്കക്കൂസുകളിൽ നിന്നും റെയിൽവേ ട്രാക്കുകളിൽ നിന്നും മനുഷ്യമലം നീക്കം ചെയ്യുന്ന ഏറ്റവും പ്രാകൃതമായ തൊഴിലിന്റെ കാര്യത്തിലും നിയമം നിലവിൽ വന്ന് കാൽനൂറ്റാണ്ടിന് ശേഷവും യാതൊരു മാറ്റവുമില്ല. 2011 സോഷ്യോ ഇക്കണോമിക് കാസ്റ്റ് സെൻസസ് പ്രകാരം തോട്ടിപ്പണി തൊഴിലായി സ്വീകരിച്ചിട്ടുള്ളവർ അംഗങ്ങളായ 1,80,657 കുടുംബങ്ങളുണ്ട്. 12,226 തോട്ടിപ്പണിക്കാരാണ് രാജ്യത്തുള്ളതെന്ന് 2016 മെയ് 5 കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് രാജ്യസഭയിൽ വെച്ച കണക്കുകൾ പറയുന്നു. See, as on today, according to our estimates, 1.6 lakhs of the women are cleaning the human excreta. It is the mostly in Uttar Pradesh, Madhya Pradesh, Gujarat, Bihar, Uttarakhand, Jammu Kashmir and few parts of the Maharashtra and West Bengal and few parts of the Rajasthan. It is not mean that in other parts nothing is there. There could be 1 or 2 toilets or 10-15, but here in these states the number is a lot, but the governments are not taking any serious steps. This is regarding the dry latrines. What about the sewage system? We have no proper sewage system anywhere in the country. No city is fully covered with the sewage services. No city has done it properly to empty the septic tanks. So there the people are dying. That is the incident happened even in the Delhi last week. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് അഭിയാനിന്റെ ഭാഗമായി 2019 മാനുവൽ സ്കാവഞ്ചിംഗ് പൂർണ്ണമായും രാജ്യത്ത് നിന്ന് ഇല്ലാതാകുമെന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു. സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെ തുറന്ന സ്ഥലങ്ങളിലെ മലവിസർജനം പൂർണ്ണമായും ഇല്ലാതാകുമെന്നും കുഴിക്കക്കൂസുകൾക്ക് പകരം വിസർജ്യം വെള്ളമൊഴുക്കിക്കളയാൻ സൗകര്യമുള്ള കക്കൂസുകൾ എല്ലാ ഗ്രാമങ്ങളിലും നിർമ്മിക്കുമെന്നും അതിലൂടെ മനുഷ്യമലം കൈകൊണ്ട് നീക്കം ചെയ്യുന്ന തോട്ടിപ്പണിയുടെ ഏറ്റവും പ്രാകൃത രൂപം ഇല്ലാതാകുമെന്നുമാണ് പ്രധാനമന്ത്രിയുടെ കണക്കുകൂട്ടൽ. സ്വച്ഛ് ഭാരതിന് കീഴിൽ 3.49 കോടി ആധുനിക കക്കൂസുകൾ നിർമ്മിച്ചുവെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക ഭാഷ്യം. പക്ഷേ കുഴിക്കക്കൂസുകളുടെ എണ്ണത്തിൽ സ്വച്ഛ് ഭാരതിന് വലിയ കുറവുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് വിവിധ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 26 ലക്ഷം കുഴിക്കക്കൂസുകൾ രാജ്യത്താകമാനമായി ഉണ്ടെന്നാണ് സഫായി കർമ്മചാരി ആന്തോളൻ പ്രവർത്തകർ പറയുന്നത്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് തോട്ടിപ്പണി പൂർണ്ണമായും ഇല്ലെന്ന് പല സംസ്ഥാനങ്ങളും അവകാശപ്പെടുന്നതെന്നും അവർ ചോദിക്കുന്നു. പല സംസ്ഥാനങ്ങളിലെയും തോട്ടിപ്പണിക്കാരുടെയും കുഴിക്കക്കൂസുകളുടെയും ഔദ്യോഗിക കണക്കുകൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളിൽ നിന്ന് തന്നെ സർക്കാരുകളുടെ അവകാശവാദങ്ങളുടെ പൊള്ളത്തരം വ്യക്തമാണ്. 2015 ഡിസംബർ വരെ 1,57,321 കുഴിക്കക്കൂസുകൾ സംസ്ഥാനത്തുണ്ടെന്നാണ് തെലങ്കാന സർക്കാരിന്റെ കണക്ക്. അതേ സർക്കാർ പറയുന്നു സംസ്ഥാനത്ത് ഒരൊറ്റ തോട്ടിപ്പണിക്കാരും ഇല്ല എന്ന്. 4,391 കുഴിക്കക്കൂസുകളുള്ള ചണ്ഡീഗഡിൽ സംസ്ഥാന സർക്കാരിന്റെ കണക്ക് പ്രകാരം 3 തോട്ടിപ്പണിക്കാരാണുള്ളത്. ഈ 2 സംസ്ഥാനങ്ങളുടെ ഉദാഹരണത്തിൽ നിന്ന് മാത്രം സർക്കാരുകളുടെ ഔദ്യോഗിക കണക്കുകളിലെ പൊള്ളത്തരം വ്യക്തമാണ്. കേരളവും ഔദ്യോഗിക രേഖകൾ പ്രകാരം ഒരൊറ്റ തോട്ടിപ്പണിക്കാരുമില്ലാത്ത സംസ്ഥാനമാണ്. യാഥാർത്ഥ്യം അങ്ങനെയല്ലെങ്കിലും കേരളത്തില് തോട്ടിപ്പണി ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷെ പൊതുവെ പറയുന്നത് തോട്ടിപ്പണി ഇപ്പോഴും ഇല്ല എന്നാണ്. പക്ഷേ രാത്രികാലങ്ങളിൽ എല്ലാ അവരവരുടെ വീടുകളിൽ അല്ലെങ്കിൽ ടാങ്കുകളിൽ ഈ ജോലി ചെയ്യുന്നവരെ ക്ലീൻ ചെയ്യുന്നവരെ തോട്ടികളായിട്ട് ഇപ്പോഴും സമൂഹം അംഗീകരിക്കുന്നില്ല. 1982 തോട്ടിപ്പണി നിർത്തലാക്കി എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് ദിവസവും തലച്ചുമടായിട്ട് മാറ്റുന്ന ഒരു സംവിധാനമായിരുന്നു. അതിന് മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പോഴുള്ള തോട്ടിപ്പണി എന്ന് പറയുന്നത് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്നവരും ഡ്രെയിനേജുകൾ ക്ലീൻ ചെയ്യുന്നവരും അതേപോലെ റെയിൽവേ ട്രാക്കുകളിൽ പണി ചെയ്യുന്നവരും റെയിൽവേ സ്റ്റേഷനുകളിലെ ട്രാക്കുകൾ ക്ലീൻ ചെയ്യുന്നവരും അതുപോലുള്ള കക്കൂസുകൾ ഇറക്കുന്നവരും ഇവരെല്ലാം തോട്ടിപ്പണി വിഭാഗത്തിൽ പെടുന്നതാണ്. എന്തുകൊണ്ടാണ് തോട്ടിപ്പണി നിലനിൽക്കുന്നുവെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മടിക്കുന്നത്? നിയമപരമായ ഉത്തരവാദിത്തം നിറവേറ്റാതെയുള്ള ഈ കണ്ണട ചുരുട്ടാക്കൽ ഏത് നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? I think we must understand in India there is a caste system. So
So the caste system actually dictates a terms for the people to what to do and all. And there are the traditionally some communities are engaged in cleaning the work in the country. Whatever we say we advanced or anything, but still the country, there are majority, the cleaning community is the only secular the scheduled caste community or scheduled tribe. No. So such people, when they are all cleaning, the government also, they had a mindset that when the scavenger is cleaning, what wrong is there? They don't go through the 2013. 2014 മുതൽ ഇതുവരെ ഏതാണ്ട് 1500-ൽ അധികം പേർ തോട്ടിപ്പണിക്കിടെ അപകടത്തിൽപ്പെട്ട് മരിച്ചുവെന്നാണ് കണക്കുകൾ. കർണാടകയിൽ മാത്രം 60 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ തൊഴിൽദാതാവിനെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കേസെടുക്കാനുള്ള വകുപ്പ് നിലവിലെ നിയമത്തിലുണ്ട്. പക്ഷേ ഒരു തൊഴിൽദാതാവും നാളിതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. See, when it comes to the marginalized poor and particularly the scheduled caste, the law, it won't walk at all. Law will completely, it sleeps like in India, because even the justice system has an untouchability. In 1993, the government has actually enacted in the parliament the 1990 the Prohibition Act. Now it is almost like 24 years. But after so many years, we have not filed even a single case. No citizen will come to the street and say. So this thing is our Deshabhakti, whatever patriotism, which also has the caste mindset. തോട്ടിപ്പണി നിരോധത്തിന് മാത്രമല്ല രാജ്യത്ത് നിയമമുള്ളത്. ആ ജോലിയിൽ ഏർപ്പെട്ടു വരുന്നവരെ കണ്ടെത്തി പുനരധിവസിപ്പിക്കുക എന്നതും 2013-ൽ പാസാക്കിയ നിയമത്തിന്റെ ലക്ഷ്യമാണ്. അതിനായി പ്രത്യേക ഫണ്ട് വകയിരുത്താനും നിയമം അനുശാസിക്കുന്നുണ്ട്. ഒരു മാനുവൽ സ്കാവഞ്ചറെ കണ്ടെത്തിയാൽ അയാൾക്ക് 40,000 രൂപ പുനരധിവാസത്തിനായി നൽകണമെന്നാണ് നിയമത്തിലെ വ്യവസ്ഥ. No, see, they have no budgetary allocations. See, there is the 570 crores which was before. Now this year it has gone up to the 5 crores. And you talk about the rehabilitation. How you can rehabilitate the 1,60,000 Safai Karmacharis with the 5 crores? എത്ര തോട്ടിപ്പണിക്കാരെ ഇത്തരത്തിൽ പുനരധിവസിപ്പിച്ചു എന്നതിനുള്ള കൃത്യമായ കണക്കുകൾ ഒരു സംസ്ഥാനത്തിന്റെ കയ്യിലുമില്ല. 2015-ൽ പുനരധിവാസത്തിനായി കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് നൽകിയെങ്കിലും എത്ര പേരെ പുനരധിവസിപ്പിച്ചു എന്നതിന്റെ കണക്ക് സമർപ്പിക്കാൻ ഒരു സംസ്ഥാനവും തയ്യാറായില്ല. കേരളത്തിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് ഇതുവരെ തോട്ടിപ്പണി എന്നുള്ള ആ ജോലി ചെയ്യുന്നവർക്ക് ഒരു പരിഗണനയും ഇതുവരെ എവിടെ എത്തിയിട്ടില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പം വിധു വിൻസെന്റ് സംവിധാനം ചെയ്ത മാൻഹോൾ എന്ന ചിത്രത്തിനെ അടിസ്ഥാനമാക്കി അതിനെ ഒരു പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു 10 കോടി രൂപ അത് ആ ഒരു വിഭാഗം ജോലി ചെയ്യുന്നവരുടെ ഒരു തൊഴിൽ സംബന്ധമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി 10 കോടി രൂപ അനുവദിച്ചിട്ടുള്ളതെന്നുള്ളതല്ലാതെ ഇതുവരെ അങ്ങനൊരു വിഭാഗത്തിന് ഒരു പരിഗണനയും ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തെ സംബന്ധിച്ച് തോട്ടിപ്പണി ചെയ്യുന്നവരുടെ ഒരു കണക്കുകൾ സർക്കാരിന്റെ കയ്യിലില്ല. ഉത്തർപ്രദേശ് മാത്രമാണ് ഇക്കാര്യത്തിൽ ഭേദപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചത്. 2014-16 വർഷങ്ങൾക്കിടയിലെ ആകെയുള്ള 10,016 തോട്ടിപ്പണിക്കാരിൽ 5,252 പേരെ ഉത്തർപ്രദേശ് സർക്കാർ പുനരധിവസിപ്പിച്ചു. 21 കോടി രൂപ ഇതിനായി ചെലവാക്കുകയും ചെയ്തു. നിഷേധത്തിന്റെ ഭാഷ ഉപേക്ഷിച്ച് നിയമപരമായ ഉത്തരവാദിത്തം നിറവേറ്റാനുള്ള ഇച്ഛാശക്തി സർക്കാരുകൾ പ്രകടിപ്പിച്ചാൽ മാത്രമേ 21-ാം നൂറ്റാണ്ടിലും തുടരുന്ന ഈ ഹീനമായ തൊഴിൽ പൂർണ്ണമായും ഇല്ലാതാകൂ. അതിനാദ്യം വേണ്ടത് തോട്ടിപ്പണി ചെയ്യുന്നവരെ കണ്ടെത്തി അഭിമാനത്തോടെ ജീവിക്കാൻ ഉതകുന്ന മറ്റൊരു തൊഴിലിലേക്ക് അവരെ പുനരധിവസിപ്പിക്കുക എന്നതാണ്. ഒപ്പം മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിനും സംസ്കരിക്കുന്നതിനും ആധുനിക സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാത്തിനും അപ്പുറത്ത് വൃത്തിയുടെ രാഷ്ട്രീയവും ജാതീയതയും ആദ്യം തകർക്കപ്പെടേണ്ടതുണ്ട്.